നിറകൊടുക്ക മുത്തുണ്ടോ പൊന്മണി മുറ്റത്ത് ആശകോശലേ പെണ്ണാളെ പുത്തരി വിളയുണ്ട് കാണാമറക്കളിയാണേ ഇത് മാറാട്ടമാണേ കളിയിലാക്കൈ നിറയും പൂക്കൈ നിവരും മായാജാലം കൺകെട്ടല്ലിത് കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം ഇത് കാണാത്ത കോലം പണ്ടും കേൾക്കാത്ത ജാലം നിറകൊടുക്ക മുത്തുണ്ടോ പൊന്മണി മുറ്റത്ത് ആശകോശലേ പെണ്ണാളെ പുത്തരി വിളയുണ്ടോ നാക്കിലയിളകുന്നു പകലിൻ കൈമറയിൽ രാക്കതിരൊഴിയുന്നു നിലാവിൻ കൈനിലയിൽ നാക്കിലയിളകുന്നു പകലിൻ കൈമറയിൽ രാക്കതിരൊഴിയുന്നു നിലാവിൻ കൈനിലയിൽ ഇതിലെ വഴിയും പൂമഴയിൽ വിടരും മലരായി കൂട്ടുകൂടാ ഇതിലെ ഒഴുകും പൂമ്പുഴകൻ തിരകളിൽ ഒഴുകാം പാട്ടുപാടാം ചിരി നുണയാം കഥയറിയാം ചിരിയുടെ നുരകളിൽ അലിയണ കഥയിൽ കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം ഇത് കാണാത്ത കോലം പണ്ടും കേൾക്കാത്ത ജാലം നിറകൊടുക്ക മുത്തുണ്ടോ പൊന്മണി മുറ്റത്ത് ആശകോശലേ പെണ്ണാളെ പുത്തരി വിളയുണ്ടോ ഉണ്ണികൾ ഉണരുമ്പോൾ മാമ്പഴം ഉതിരുമ്പോൾ ആലിലയഴകെല്ലാം കനവായി ഇളകുമ്പോൾ ചെപ്പടി വിദ്യയിൽ ഇളകി വരും കാറ്റിലൊതുങ്ങാം കണ്ടു നിൽക്കാം അക്കിളി ഇക്കിളി പതിവ് തരും പൂവലൊരുക്കാം പാടിവരൂ ചിരി നുണയാം കഥയറിയാം ചിരിയുടെ നുണകളിൽ അലിയണ നുരയിൽ കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം ഇത് കാണാത്ത കോലം പണ്ടും കേൾക്കാത്ത ജാലം നിറകൊടുക്ക മുത്തുണ്ടോ പൊന്മണി മുറ്റത്ത് ആശകോശലേ പെണ്ണാളെ പുത്തരി വിളയുണ്ടോ കാണാമറക്കളിയാണേ ഇത് മാറാട്ടമാണേ കളിയിലാക്കൈ നിറയും പൂക്കൈ നിവരും മായാജാലം കൺകെട്ടല്ലിത് കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം ഇത് കാണാത്ത കോലം പണ്ടും കേൾക്കാത്ത ജാലം ശ്രീദേവി, ശ്രീദേവി, പത്രത്തിനാണല്ലോ അച്ഛൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? മണി 7 കഴിഞ്ഞല്ലോ. 7 അല്ല, 7 കാലായി. ഓ, മൂപ്പരെന്താ ഇന്ന് ഇത്രയും വൈകുന്നേ? ഒരു വരുമ്പോ ചോദിച്ചു നോക്ക്. ലം കലം ചീ രാ വ ചിരവ. ആരെ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ അയാൾക്ക് വേണ്ടത്? അമ്മൂമ്മ എഴുന്നേറ്റേ, എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കൂ. പിന്നടിക്ക. ആദ്യം നീ അമ്മൂമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ, അമ്മൂമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛൻ ഇപ്പൊ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ. സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചക്കാരൻ അറിഞ്ഞൂടെ നിനക്ക്?
അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. ഹാ, ഒന്ന് എഴുന്നേക്ക അമ്മുമ്മേ. ഓടി ഓടുന്നു. ചിരവ ശംഭു, ശംഭു, വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞെന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്. ഇത് അതുപോലെയല്ല. ഒന്ന് ചെല്ലെന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകിയേ? യുദ്ധം എന്തായി എന്താ? നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ. അടിയുണ്ട്, തിരിച്ചടിയില്ല. എന്തുണ്ടേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. മോളെ ശ്രീദേവി. ആ കോപ്പി പുസ്തകം കൊണ്ടെന്ന് കാണും. അല്ല എന്താ കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടുവന്നില്ല അല്ലേ? അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ? ഉവ്വ്. ഈ കാവല് പണി എന്ന് വെച്ചാൽ ഒരു തരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോകാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്തായാൻ എന്താ? നീ ആ കയ്യിലിങ്ങനെ എടുത്തേ. അത് അലക്കില്ല അച്ഛാ. വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. എന്താ നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം? കോപ്പി പുസ്തകം കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കളക്ടർ ആവാൻ പോവല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാൻ എന്താ? അതുകൊണ്ടല്ലേ ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പോഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ. ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ? എന്തൊരു ശല്യാടാ അത്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും. നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒരുത്തിനുണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാൻ ബോംബെന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബെന്ന് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വെട്ടിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. ഈ നാപ്പാൻ ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബെന്താ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടൂ. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാലുടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയേറാ. അച്ഛാ ചായ. കൊടുക്കുമോളെ, അച്ഛൻ ബോംബ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺവാലയുടെ വീടേതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ. അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ, ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ. മാജിക് എന്നും പറഞ്ഞ എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു അത്ര. നിന്നോട് പോകാനാ പറഞ്ഞത്. ബഹുമിടുക്കനാട്ടോ പ്രൊഫസർ. അവള് വിവരക്കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തേ. ശ്രീദേവി. മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല എന്താ? പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്? അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം. മിലിറ്ററി നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കിട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്നിട്ട് മാസത്രയായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്? ഇവിടെ എന്താ ചെയ്തേ? നീ ആ പായ വിരിച്ച ഞാൻ ഇപ്പൊ വീഴും. എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു. രംഗുഞ്ചേട്ടാ, 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 പേടിക്കണ്ട. കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസറെ, ഞാനാ MHS വാസവൻ മാഷാ. മാഷ വരൂ. ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല, അതറിയാം. അന്ന് എനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടിയുണ്ട്. 27, 28, 29 ഉണ്ട്. 26-നില്ല. മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ? ഇല്ല, 26-നില്ല. 3 മാസം മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്?
നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ് വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കൻ ഇത്തിരി പഴയാ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഏ പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. ഉണ്ട്. പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷാക്കിയ പോരെ? പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറെ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാകുമ്പോഴേ ആമ്പിള്ളേരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാർ കാശും തരൂ. അല്ല, അത് നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാൽ ഒരു 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറെ? അയ്യോ, അതുപോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല, അതല്ല. ശരി, 300 മാഷ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, വേണമെന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, സമയമായി. ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മാസം മുമ്പാണ് ഇയാൾക്ക് ആകെ ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ? നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ. അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൻ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ആഹാ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അനന്ത, അമ്മ സ്കൂളിൽ പോവാണ് മോനെ. അനന്ത, ഓ കേട്ടു. അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ. മോളെ മോളെ അമ്മൂക്ക് ചായ തരൂ. മതി നേരായി. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരും. മോര് വാങ്ങിച്ചേക്കാൻ മറക്കരുതിട്ടാ. മോളെ അമ്മൂമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടോ? ഉവ്വ്. അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ അനന്ത, നീ അമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടാ? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ കണ്ടു. പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതുരാ പരിപാടി കിട്ടും. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ റംഗൂൺ വാല അല്ലേ എന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്കുക. നിങ്ങൾ കണ്ണു കെട്ടി കാർ ഓടിക്കോ പ്രൊഫസറെ? കാറോ ലോറിയോ എന്ത് വേണേലും ഓടിക്കും. ഹൗദിനി എന്ന് പറയുന്ന ലോക പ്രശസ്ത മെജിഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങേര് കാണിച്ച മിക്ക നമ്പറും ഞാനും കാണിക്കും. പക്ഷേ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് പണം വേണം. ഈ കാലിത്തൊപ്പിക്കകത്തുനിന്നേ ജീവനുള്ള മുയലിനെ എടുക്കുന്ന വിദ്യ എങ്ങനെയാണ് പ്രൊഫസറെ? വിദ്യകളൊന്നും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. ഞങ്ങൾ മെജിഷ്യന്മാരുടെ ഒരു പ്രതിജ്ഞയാണത്. ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ഒരു മാജിക്കാരൻ ഒരൊറ്റ നോട്ടെ പെട്ടെന്ന് 100 രൂപ ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേണേൽ 500 രൂപയാക്കാം. ശരിക്കുള്ള നോട്ടോ? നല്ല അസല് നോട്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ഉണ്ടാക്കി കോടീശ്വരനായിക്കൂടെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിധത്തിൽ പറഞ്ഞ മാജിക് ഒരു ദൈവാനുഗ്രഹം വേണ്ട കലയാ. കൃത്രിമം കാണിക്കരുത്. ഇന്ന് ബുക്ക് ചെയ്ത പരിപാടിക്ക് 3000 രൂപ തരാന്ന് പറഞ്ഞിരിക്കുക. പിന്നെന്തിനാണ്? 3000? അതൊരു ഭയങ്കര തുകയാണല്ലോ. പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. ഒന്നേ, എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് മാജിക് അറിയില്ലെന്ന് കുട്ടി പറഞ്ഞു. ആഹാ, രക്ഷപ്പെട്ടല്ലോ. മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ? പക്ഷെ ഈ കുട്ടി പറഞ്ഞത് കേട്ട് അയാൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? ശരിയാ, അനന്തന് ഇവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങൾക്കൊരു കുന്തം അറിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അറിയാതെയാണോ ഇത്രയും പരിപാടികൾ ഞാൻ നടത്തിയത്? അറിയാമെങ്കിൽ ഒരെണ്ണം കാണിക്കേ. അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ല ഇത്. എന്നാലും ഒരെണ്ണം കാണിക്കും മായാവി. ഇവളൊരു പാഠം പഠിപ്പിക്കും. അയാൾക്കൊന്നും അറിയില്ല മുമ്മേ. അറിയില്ലേ? എന്നാ ഇത് ഇപ്പൊ കാണിച്ചുതരാം. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ് വേണ്ട, എന്റെ തന്നെ ഉണ്ട്. കാണിച്ചുതരാം. ശ്രദ്ധിച്ചു നോക്കൂ. കർച്ചീഫ് സ്റ്റിക്ക്. എന്റെ ഈശ്വര, ഇത് എന്തൊരു മറിമായം! ദേവി മഹാമായേ. ദേവി കുഞ്ഞേ, വാ. സമയായി, നമുക്ക് പോയി എഴുതണ്ടേ? വേഗം നടക്ക്. ഇത് അവിടെ ഒന്ന് പിടിച്ചേ.
പെട്ടി റെഡി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോകും? നാടകത്തിലുള്ള വിലവരും കിട്ടില്ലേ? എടാ അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം? ആകെ 1 മിനിറ്റ് നേരത്തെ പരിപാടിയാ. പെട്ടിക്കകത്ത് കയറുക, അപ്രത്യക്ഷമാവുക. സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുചെല്ലാന്ന് വാക്കും കൊടുത്തു പോയി. ഇത്തിരി പ്രായം കൂടി പോയാൽ കുഴപ്പമുണ്ടോ? കൂടെന്ന് വെച്ചാ എത്ര? മേക്കപ്പ് ചെയ്ത് ചെറുപ്പാക്കാലോ. അതിനാരുണ്ടെന്നാ ചോദിച്ചേ? ശ്രീദേവി ചേച്ചി അമ്മൂമ്മയെ പിടിച്ച് മേക്കപ്പ് ചെയ്യാം. എടാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. 70 കഴിഞ്ഞ് നോക്കുകുത്തിയെ പോലെയുള്ള തള്ളയെ കണ്ട പിള്ളേര് കൂവും. എന്നാ ചേട്ടൻ തന്നെ വേഷം കെട്ട്. നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടാ. പിന്നെ ആരെ കിട്ടാനാ? ശ്രീദേവി ചേച്ചി പോരെന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ടാന്ന്. ചേച്ചിക്ക് എന്താ കുഴപ്പം? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും ചേച്ചി തമ്മിൽ വളരെ കുഴപ്പങ്ങളുണ്ട് താനും. അന്നൊരു ദിവസം പെട്ടെന്ന് കുളിക്കാൻ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ 3 ബക്കറ്റുമായിട്ട് അവള് നിൽക്കുക. മാറ് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഞാൻ ബക്കറ്റ് വലിച്ചൊരു ഏറ് കൊടുത്തു. അതിനുശേഷം എന്നെ കാണുമ്പോ കുത്താൻ വരുന്നൊരു പോത്തിനെ പോലെ അവള്. അതൊക്കെ ചുമ്മാ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. സത്യമാണെങ്കിൽ പറഞ്ഞാ മതി. സത്യമാണ്. അന്ന് ക്രിസ്മസിന് തലേന്നാള് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചേട്ടൻ എന്നോട് 1 രൂപ കടം ചോദിച്ചില്ലേ? ഉവ് നീ തന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ ചോറും കൂട്ടാനും കൊണ്ടു തന്നില്ലേ? ഉവ് അതാര് തന്നതാ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ എന്നോട് പറഞ്ഞത്. പറഞ്ഞത് അങ്ങനെയാ, പക്ഷെ അത് തന്നത് ആരാന്നോ? ശ്രീദേവി ചേച്ചി. ആണോ? ചേച്ചേ ഞാൻ പട്ടിണിയാണെന്ന് നീ അവളോടും പറഞ്ഞോ? നാണക്കേടായി. ചേച്ചി തന്നെ പറഞ്ഞത് രംഗൂൺവാല അറിയണ്ടെന്ന്. അപ്പൊ പറ, ചേട്ടനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇതില്ലേ? ഒരു ഇതുമില്ല, മര്യാദക്ക് പിടിക്കണത്. എന്താ പ്രൊഫസറെ, മാജിക് എല്ലാം നിർത്തി ഇപ്പൊ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ? ആ തുടങ്ങി. ഇനി ഇതീ കിടത്ത തന്നെ പോലുള്ള ഒരു ശവത്തിനും കൂടെ കിട്ടിയാ മതി. നന്നായി, മൂപ്പര് ചമ്മിപ്പോയി. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. ഞാൻ ഒഴിച്ചു. അപ്പൊ ഞാൻ ശ്രീദേവി ചേച്ചിയോട് ചെന്ന് ചോദിക്കട്ടെ, വരുമോന്ന്? അവള് വരില്ലടാ. ഒന്ന് ചോദിച്ചു നോക്കുന്നത് എന്താ? എന്നാ നീ ഇത് ചോദിക്ക്. പോടാ അവിടുന്ന്. സൗകര്യമില്ലെങ്കിൽ വേണ്ട. അതിന് തല്ലാൻ വരുന്ന എന്തിനാ? നാളെ വെള്ളം കൊണ്ടുവരാൻ വിളിക്കല്ലോ, അപ്പൊ കാണിച്ചു തരാം. മടുപ്പവതു പടട ലഗകാർ അനധരി ചജടു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. മലയാളം അല്ലേ? അക്ഷരം മലയാളം തന്നെയാ. ഡാ ഒന്നിങ്ങ് വന്നേടാ. മോനെ ശമ്പുകൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ച് പഠിക്കുന്ന മാഷ് പറഞ്ഞു. വഴിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടുപതു പടട ലഗകാർ അനധരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നോക്കട്ടെ. എന്താ വായിച്ച? മടുപതു പടട ലഗകാർ അനധരി ചജടു അല്ലേ? 30 പട്ടാളക്കാർ അന്തരിച്ചു എന്നാ പുതിയ ലിപിയാ. അയ്യോ, ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മേ? ആ അമ്മൂമ്മ ഇങ്ങ് വന്നേ. നമ്മുടെ മാജിക് ഇല്ലേ, ആ, മൂപ്പർക്കൊരു പരിപാടി കിട്ടി. ആഹാ, പക്ഷെ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം. ആ. ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. അമ്മൂമ്മ ഒന്ന് പറയോ? അയ്യോ ഞാനാ? ആ. ഞാൻ പറഞ്ഞവൾ എന്നെയും തിന്നാൻ വരും. അമ്മൂമ്മയ്ക്ക് അറിയാലോ, ആ രംഗുൻ ചേട്ടൻ ആകെ കഷ്ടത്തിലാ. എനിക്കറിയാം. അമ്മൂമ്മ മനസ്സ് വെച്ചാ നടക്കും. ഞാൻ നോക്കട്ടെ. തന്നെ ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. ആ, അതെ, ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഓ ഉവ്. അപ്പൊ അവളെയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ? കൂട്ടത്തിൽ എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി? സാക്ഷര ക്ലാസ്സിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ. പഠിപ്പിക്കാം, പിന്നെ ആവട്ടെ. ആ, മായാവി ഇതൊന്ന് വടിയേക്ക്. ഇപ്പോഴോ? ഒരിക്കൽ മാത്രം മതി. കാലത്ത് അത് കണ്ട് ഞാനങ്ങ് അന്തിച്ചു പോയി. നാളെ അമ്മൂമ്മയും വന്നോളൂ മാജിക് കാണാൻ. അല്ല, അത് വരുന്നുണ്ട്. ഇതൊരിക്കൽ ഇപ്പൊ ഒന്ന് കാണിച്ചതാ. അത് ഇന്ന് അമാവാസിയല്ലേ? അല്ലല്ലോ. അല്ലേ? അതാണ് പ്രശ്നം. രാത്രിയിലാവുമ്പോ അമാവാസി നാളിലെ നമ്മൾ ഈ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂ എന്നാ. ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ആ. വരട്ടെ, മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ. ഛേ, ഒരു 5 മിനിറ്റ്. സാറേ, 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 വാതിൽ തുറക്ക്. ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ. ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു. സാറേ, സാറേ, നീ വാതിൽ തുറക്ക്. ഞാൻ ചാത്തോത്ത് കുമാരേട്ടനാ. അവളിപ്പോ ഇവിടെയല്ല താമസം. പിന്നെ എവിടാ? ആ എത്ര വട്ടം പറയാൻ, ഈ കൊളുത്താണ് പറയുന്നത്. കൊളുത്ത് എവിടെയാന്നാ ഞാനും ചോദിക്കുന്നത്. ശ്ശോ.
ഒന്ന് പിടിച്ചേ. ദേ ആ കൊളുത്ത് കാണുന്നില്ല? ആ ഉവ്വ്. ആ അത് പതുക്കെ തള്ളിയാൽ പെട്ടിയുടെ പിൻഭാഗം തുറക്കും. മനസ്സിലായോ? എന്നിട്ട് അതിലൂടെ ആരും കാണാതെ പതുക്കെ പുറത്തിറങ്ങണം. സ്റ്റേജിലൊരു വിടവ് കാണും, അതിലൂടെ താഴോട്ട് ഇറങ്ങി നിന്നാ മതി. എന്നെ പെട്ടിക്കകത്തിട്ട് പൂട്ടിയാ എനിക്ക് ശ്വാസം മുട്ടില്ലേ? എന്റെ ചേച്ചി 4 സെക്കൻഡ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ചത്തുപോവോ? പറയാനൊക്കില്ലല്ലോ. എന്നാ ചാവട്ടെ. ദേ ചേച്ചി അകത്ത് കയറുന്നു, രംഗുൻ ചേട്ടൻ പെട്ടി അടയ്ക്കുന്നു, ചേച്ചി കൊളുത്തു മാറ്റുന്നു, ചാടുന്നു. 4 സെക്കൻഡ് മതി. ഞങ്ങളുടെ വാടക കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ തല്ലിക്കൊന്നാൽ ഈ തല്ലിപ്പുള്ളി ഏർപ്പെടണമെന്ന് എന്നെ കിട്ടില്ലായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണ് വേണമെന്ന് അവരും നിർബന്ധിച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തന്നെ. അപ്പൊ 5 മണിക്ക് റെഡി ആവണം, റിക്ഷ വരും. ആ നിർത്ത്. ആ അമ്മൂമ്മയോട് ശ്രീദേവിയോടും പെട്ടെന്ന് റെഡിയാവാൻ പറ. ചേട്ടാ ഒരു വലിയ പെട്ടിയുണ്ട്, അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ 2 സ്ത്രീകൾ ഉണ്ടാവും, ഈ പയ്യനുണ്ടാവും. ചേട്ടൻ എങ്ങനെയെങ്കിലും എല്ലാ സംഭവ സ്ഥലത്ത് എത്തിക്കണം. ഞാൻ ഡ്രസ് ചെയ്ത് സൈക്കിളിൽ അങ്ങ് എത്തിക്കോളാം. നീ ചെല്ലു, അവരെ വിളിക്ക്. ചെല്ലു. എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പാല് ഞാൻ കുടിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് ഇനി വിരോധം ഉണ്ടായാലും ഈ പാല് ഞാൻ കുടിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും കുടിക്കുന്നത് പോലെയല്ല എന്റെ കുടി. എന്റെ കുടി ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഇതാ പാൽ ഇങ്ങനെ പിടിക്കും, സ്ട്രോ വെച്ച് ഇങ്ങനെ കുടിക്കും. ഇനി കുട്ടികൾ ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരൂ. വരൂ, ഭയപ്പെടണ്ട, വന്നോളൂ. വരൂ. ഇതൊരു മെഴുകുതിരിയാണല്ലോ. വല്ല സംശയമുണ്ടോ? അല്ല, ഇനി സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് കത്തിക്കാം. കത്തുന്നുണ്ടല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? നമുക്ക് സംശയം തീർക്കാം. ഒന്നുമില്ല. ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഹിയർ. ഇനി നിരവധി സ്റ്റേജുകളിൽ ഞാൻ അവതരിപ്പിച്ച് വിജയിപ്പിച്ച എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാനിവിടെ കാണിക്കുകയാണ്. അപ്രത്യക്ഷയാകുന്ന സുന്ദരി, ദ വാനിഷിംഗ് ബ്യൂട്ടി. ഇതൊരു സാധാരണ പെട്ടിയാണ്. ഇതിനകത്ത് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ ഈ പെട്ടിക്കകത്തിട്ട് പൂട്ടുകയാണ്. ഞാനിതാ പെട്ടി അടച്ചു പൂട്ടുകയാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഞാൻ അവളെ അപ്രത്യക്ഷയാക്കുന്നു. ദ വാനിഷിംഗ് ബ്യൂട്ടി. ശ്രദ്ധിക്കൂ. ഇനി ഈ കുട്ടിയുടെ ഒരു പൊടി പോലും നിങ്ങൾ പെട്ടിക്കകത്ത് കാണുകയില്ല. നമുക്ക് നോക്കാം. ദേവി, ഇത് ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ഇവള് പെട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന്
ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ തുറന്നതാണ്. ഇനിയാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നോക്കിക്കോളേ. അല്ലേ കുട്ടി, ഞാൻ അടക്കുകയാണ്. ഞാൻ തുറക്കുകയാണ്. റെഡി, 1 2 3. പെണ്ണിന്റെ പൊടി പോലും കാണുകയില്ല. യെസ്. ഇങ്ങോട്ട് വരരുത്, ആരും ഇങ്ങോട്ട് വരരുത്. ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. സത്യത്തിൽ ഞാൻ ശരിക്കുള്ളത് കാണിക്കാൻ പോവുകയാണ്. അയ്യോ, എന്തിനാണ്? ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു. എത്ര വട്ടം ഞാൻ പറഞ്ഞതാ കൊളുത്തെടുക്കേണ്ടത് എങ്ങനെയാന്ന്. അകത്ത് കയറി കിടന്നിട്ട് നീ അതൊന്ന് വലിച്ചു നോക്ക്, അപ്പൊ അറിയാം. ഞാൻ നോക്കിയതാ. മോനെ മായവി എവിടെ? അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുക. ഇനി ആരെങ്കിലും പരിപാടിക്ക് വിളിക്കുമോ അമ്മൂമ്മ? ഞാൻ ചതിച്ചെന്നാണ് അയാൾ പറയുന്നത്. സത്യമല്ലേ? ഈ തല്ലിപ്പള്ളി ഏർപ്പാട് ഞാൻ വരുന്നില്ലെന്ന് അമ്മൂമ്മയോട് പറഞ്ഞല്ലേ. ഇപ്പൊ കണ്ടോ, ഞാൻ ചതിച്ചെന്ന്. ചേച്ചിക്ക് ശാപം കിട്ടും. നീ പോടാ. അല്ലേലും ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. പാവം മായാവി. രഘുൺവാലേ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടി? ശ്രീദേവിയും മാജിക്കിന് പോയിരുന്നു അല്ലേ? കാശൊക്കെ കൃത്യമായിട്ട് കിട്ടിയോ? ഓ, വേണ്ടുവോളം കിട്ടി. ഓഹോ, എന്നൊരു പാർട്ടിയൊക്കെ നടത്തണം കേട്ടോ. ഓ, എടുത്തോളൂ. വെള്ളം പിടിച്ചോളുന്നേ. എനിക്ക് ഈ 2 ബക്കറ്റിലും വെള്ളം വേണം, അതുകൊണ്ടാ പറഞ്ഞത്. ഒന്ന് നിൽക്കുവോ? ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാ മതി. ഞാൻ എത്ര നോക്കിയിട്ടും കൊളുത്ത് മാറിയില്ല, അതുകൊണ്ടാ. നിങ്ങളുടെ മട്ടും പാവം കണ്ടാത്തൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാതിരിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. ഇല്ല, ഇനി ആരും ദേഷ്യപ്പെടുത്തില്ല. ഇവിടുന്ന് പോവുകയാണ്. കുട്ടിയുടെ അച്ഛനോട് ഇനി അവധി പറയാൻ വയ്യ. പേടിക്കണ്ട, മേജിക്കിന്റെ ഈ ടിന്നും പാട്ടകളും ഒക്കെ ഇരുമ്പ് വിലക്ക് വിറ്റ് കുടിശ്ശിക തീർത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോ എല്ലാത്തിനും കാരണം ഞാനാ അല്ലേ? അല്ല, എല്ലാത്തിനും കാരണം എന്റെ ജന്മദോഷം. സത്യമായിട്ടും ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തിയതല്ല. ആണ്. ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അപ്രത്യക്ഷയാവാം. അതിലും നല്ലത് ഞാനിവിടുന്ന് അപ്രത്യക്ഷമാവുന്നതാണ്. വാടകയുടെ കാര്യം ഞാൻ അച്ഛനോട് പറയാം. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് വിഷമാവും. പോയില്ലെങ്കിൽ ഉണ്ടാവുന്നതിനേക്കാൾ വിഷമം ഉണ്ടാവോ പോയാല്? ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. ഒരുത്തൻ ഇത് ഓടുന്ന കണ്ടോ? ഇല്ലല്ലോ സാർ, ഈ വഴിയാണല്ലോ വന്നത്. ഇതുവഴി ആരെങ്കിലും ഓടുന്ന കണ്ടോ? ഇല്ല സർ, അച്ചുവാണ് സർ. ഏതച്ചു? ഇവിടെ ഉണ്ടായിരുന്ന കേടി കീലേരി അച്ചു. അയാൾ ജയിലിൽ ചാടി വന്നോന്ന് പേടിച്ചു പോയി. അവനൊന്നും അല്ല. അങ്ങോട്ട് പോയിട്ടില്ല സാർ. എന്നാ ഈ വഴി ഒന്ന് അന്വേഷിക്കാം. എന്താ എന്താ? ഇതുവഴി ആരെങ്കിലും ഓടുന്ന കണ്ടോ? ഇല്ലല്ലോ സാർ. ആരാ? ഒരു പോക്കറ്റ് അടിക്കാരൻ കൈ കിട്ടിയതായിരുന്നു, ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. കൈ കിട്ടിയിട്ട് പിടിവിട്ട് പോയത്രേ. കള്ളന്മാരെന്ന് പറഞ്ഞാൽ 18 അടവ് പഠിച്ചിട്ടുണ്ടാവല്ലോ. പിടിച്ചു പറിക്കാരുടെ എണ്ണം ദിവസം തോറും കൂടി വരിക. മനുഷ്യന് ജീവിക്കാൻ വയ്യാണ്ടായി. പ്രൊഫസർ ഊണൊക്കെ കഴിഞ്ഞു? കഴിച്ചെന്ന് വരുത്തി. ഒരു 5 രൂപ ഒരാളോട് കടം വാങ്ങിച്ചാണ്. ഇപ്പൊ കഴിച്ച കാലത്ത് എന്ത് ചെയ്യുന്നുള്ള പേടി കാരണം ആ രൂപ ഇപ്പോഴും പോക്കറ്റ് തന്നെ കിടക്കുക. എനിക്ക് നല്ല കാലം വന്നു എന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ എന്തായി? എനിക്ക് മോശം കാലമാണ്. ഞാൻ പ്രവചിക്കുന്നതൊന്നും ഇപ്പൊ അധികവും ഫലിക്കാറില്ല. ഞാൻ പോയി കിടക്കട്ടെ. കിടക്ക് കിടക്ക്. സഹോദര, ശബ്ദിക്കരുത്. ശബ്ദിച്ച പോലീസ് വരും.
നിരപരാധിയായി എന്നെ വരെ പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടുമില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് വരാണെങ്കിൽ ഞാൻ വിടാം. എന്ത് ഉറപ്പാണോ? ഞാനൊരു പാവാണ്, ദയവ് ചെയ്ത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല, നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ. എന്റെ പൊന്നു സഹോദര, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ കള്ളനല്ല. മാസം അവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക. മാസാവസാനം കേസോ? ആ, ഒരു മാസം ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിൽ നിന്ന് ഉത്തരവുള്ളതാ. ആ, ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടു. വിഷമിക്കാതിരിക്കൂ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇല്ലാതെ, SM തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടം വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെ അല്ലേ? സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ. അതെ 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 അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ന് പോകുന്നില്ലല്ലോ, പട്ടിണി കിടക്കണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഓ, വലിയ ഉപകാരം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്, പുറത്തിറങ്ങണ്ട. കഴിച്ചോളൂ, ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. എന്റെ എന്ത് പ്രശ്നം? അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ. ഓഹോ, അങ്ങനെ. ഇവിടെ ഫാൻ ഇല്ലല്ലേ? അയ്യോ, ഇല്ലല്ലോ. നല്ല ചൂടാ. ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്. ഓഹോ, അത് ശരി. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥവും ഇല്ല. ആട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി? യുദ്ധം തീർന്നിട്ട് കാലത്രേ അറിഞ്ഞില്ലേ? യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ. അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? ഞാനാണ് സാർ, കള്ളനിതാ. അയ്യോ എടാ ചതിയാ, ദ്രോഹി, തെണ്ടി, വഞ്ചന, നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ അയ്യോ. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ, പട്ടാളത്ത് പോയി പൊളിത്തി അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് എന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ? എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങടാ പട്ടി. അച്ഛാ, അച്ഛ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി വേടായപ്പാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു.
എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാറല്ലേ, ശരി സാറല്ലേ, വാതിലോർക്കരി. അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തണ്ടി? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീ ഒക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല, എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാൻ വണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തന്നെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കുകയാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം, ഇറങ്ങി വാടാ. ഒരുത്തനില്ലല്ലേ, നട്ടലുള്ള ഒരുത്തനില്ലല്ലേ? അച്ചുവാട്ടിനിപ്പോ പോണ്. നിക്കണവിടെ ദ്രോഹി, നിക്കണവിടെ. നിന്നെ കൊല്ലും ഞാൻ. നിക്കാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത എന്നെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കൊല്ലും ഞാൻ നിന്നെ. അവിടെ നിൽക്കാൻ. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ രക്ഷിക്കണേ. അയ്യോ 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 നമ്മുടെ മായാവില്ലേത്. എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലുന്നേ. അവൻ തന്നെ കൊലപാതകി. അയ്യോ, അവനെ കൊല്ലിക്കാൻ. അടിക്കരുത്, അടിക്കരുത്. അയ്യോ അയ്യോ അയ്യോ. ആരാ? വാതിൽ തുറക്കുന്നേ. അയാളെ എല്ലാരും ചേർന്ന് തല്ലിക്കൊന്നാ തോന്നുന്നേ. അയ്യോ, ശ്വാസമുണ്ട്. ഒന്ന് പിടിച്ച മോനെ. ഇത് പുറത്തേക്ക് കളഞ്ഞിക്കൂ. അടിപിടി കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണം. അല്ല സർ, ഇത് ഇയാള് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പ് പൊട്ടി വീണു. അങ്ങനെയാണ്. ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെയും നഖം കൊണ്ടതിന്റെ ഒക്കെ പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്കുക മാന്തൊക്കെ ചെയ്തതാണ്. ആ, അതിന്റെ പാടാ. എന്താണ് പേര്? പേര് രാഘവൻ നമ്പ്യാർ. വയസ്സ്? വയസ്സ് 40. അയ്യോ. ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്
എടോ തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ വലിയ ത്യാഗികള്. എടോ ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ അത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാരെ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ആ ആ ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശ എത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? അയ്യോ. എടോ മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ, വിശന്നിട്ട്. ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി. എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. തന്റെ വീട് എവിടെയാ? വീട് കുറെ ദൂരെയാ. അവിടെ രക്ഷയൊന്നുമില്ല. അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മേനെ പുകച്ച് പുറത്തിയടിച്ചു. ആ അച്ഛന്റെ 2-3 പിള്ളേരെ പറ്റ സ്ത്രീയാണല്ലോ കരുതി ഞാനും മിണ്ടാതെ പോന്നു. തനിക്ക് തന്തേന്നുള്ളൊന്നുമില്ലേ? ഞങ്ങള് കുടുംബസമേതം ബർമയിലായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ചായക്കട നടത്തുമായിരുന്നേ. ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടോ? ചായക്കട നടത്താൻ പോയതല്ല, പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞ് അവസാനം ചായക്കട ആയതാണ്. അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ പന്തം കൊളുത്തിപ്പട. മേജിക്ക് തുടങ്ങിയപ്പോ ബർമയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വാല എന്നാക്കി. ഞാൻ ഒരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? തന്റെ ശരിക്കുള്ള പേരെന്താ? ബാബു. ഓ വന്നെ ഇനിയും വേണം. വേറെ എരിവും പുളിയുള്ള ഒന്നുമില്ലടോ. അത് വല്ല കോഴി ഇറച്ചിയോ ആട്ടിറച്ചിയോ? പിരിവെടുത്ത കാശ് മുഴുവൻ തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ. ഈ പിണ്ണാക്ക് താൻ തന്നെ തിന്നോ. ആദ്യമായിട്ടായാലും പാക്കറ്റ് അടിക്കാൻ നോക്കി തെറ്റ് തന്നെയാ. വിശന്നാ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യാന്നേ? വെറും ഒരു പാവത്താൻ. കുറച്ചു നാളായിട്ട് ഫുട്പാത്തിലായിരുന്നു അത്രേ കിടപ്പ്. ആഹാ, മനുഷ്യന്റെ ഓരോ അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. ആ എന്തിനാ എഴുന്നേറ്റത്? പോയി കിടന്നോളൂ. പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി. ഉണർന്നപ്പോ കണ്ടില്ല, നല്ല വിശപ്പും. ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. എന്തിന്? അല്ല, ഞങ്ങളൊക്കെ കൂടി ഇന്നലെ കൈവച്ചത്. ആണോ? സന്തോഷം. ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തു പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ചധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിയിരിക്കുക. പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. ഓ അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ കേട്ടോ. ഒന്ന് പരിചയപ്പെടും ചെയ്യല്ലോ. ആഹാ, താനിവിടെ കിടന്ന് ചിറ്റി കളിക്കുക. ഇനിയിപ്പോ മുട്ട വാങ്ങി ഓംലെറ്റ് ഉണ്ടാക്കി പാല് തിളപ്പിച്ച് എത്ര നേരം വേണ്ടി ഈശ്വര. ഒന്ന് പോഷ്ട. സഹോദര. എന്താ സഹോദര? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ ഒക്കെ പിന്നെ താൻ ആദ്യം പറഞ്ഞ പണിയിടോ. ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ. മുട്ടയും പാലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ പരിക്കൊക്കെ കാണുമ്പോ തന്നെ അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യും. അതെന്തായാലും വേണ്ട സഹോദര. അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താ തിരിച്ചു വരുമ്പോ താൻ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ താൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ? എവിടെ പോവാൻ? എന്റെ കഥ മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞില്ലടോ. അപ്പൊ എങ്ങനെ ജീവിക്കൂടോ? താൻ എങ്ങനെ ജീവിക്കുന്നത്?
അതുപോലെ ഞാനും അങ്ങ് ജീവിക്കടോ. നേര് പറഞ്ഞ ഈശ്വരൻ എന്നെ തല്ലിയത്. ഇപ്പൊ തല ചായ്ക്കാൻ ഒരു കൂരയായി. എടോ ഇതിന് വാടക പോലും കൊടുക്കാൻ വയ്യാതെ നിൽക്കാണ് ഞാൻ. അതൊക്കെ കൊടുക്കാടോ. നേര് പറ, ശരിക്കും തനിക്ക് മാജിക് പിണ്ണാക്കൊക്കെ അറിയോ? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ പിച്ച ഉണ്ടാൻ വെച്ചിരിക്കുകയാണോ? എന്നാ നമുക്ക് മാജിക് കളിച്ച് ജീവിക്കടോ. നമുക്കോ? അതെ, താനൊരു 5-6 വിദ്യ എന്നെയും പഠിപ്പിക്കടോ. നടന്ന് പരിപാടി പഠിക്കുന്നവരെ ഞാൻ ഏറ്റെന്ന്. കാരണേ എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയൊക്കെ ആയിട്ട് അഭിനയിച്ച് ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ താൻ പരിപാടി പിടിച്ചു തരുമോ? അക്കാര്യം താൻ എനിക്ക് വിടറോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. നോക്കാനൊന്നുമില്ല, താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് തന്നാ മതി. ബാക്കി നമ്മൾ കലക്കുന്നു. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ. ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല, ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല, ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല. മായ, സർവം മായ. പ്രൊഫസർ രംഗൂൺവാല ഇതാ ഇതാ തുണിയല്ല തുണി കൊണ്ട്, മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. കൺകെട്ട് കൺകെട്ട്. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ. ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ. എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക. കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിയില്ല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ആ ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ ഈ കീലയിൽ അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി കൂടെ നിലവിളിക്കുന്നത്? ആ രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ. രാജു തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ട്? അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ.
ദാ എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്ക. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പഴവനോട് ജീവൻ വെച്ചത്. അമ്മേ എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ. Good, വാ. സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ. നീന്നില്ലേ, ഞാൻ പോവാം. 2 പേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. എടാ കഴിവറട മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് ഏതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ എന്താടാ പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. ഇടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേ കയറും. ഈ കോളനിയിൽ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്? അല്ല, മോന്റെ പേരെന്താ? താനെ കത്തിയൊന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തിയൊരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി വെച്ച് പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ചേട്ടാ, കീലേരി അച്ചു. അയ്യോ, എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെ തെങ്കൂണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി. അല്ല, അതിപ്പോ കൂടുതലൊന്നും പറയണ്ട. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? അല്ല അല്ല അതെ അതെ ഇപ്പൊ പ്രൊഫസർ രംഗൂൺ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് മാജിക് സ്റ്റിക്ക് അതിലൂടെ ഇടുന്നു. സൂക്ഷിച്ചു നോക്കൂ, ഒന്നുമില്ല. മറ്റൊരു പുഷ്പം, യാതൊന്നുമില്ല അതിനകത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ രംഗൂൺ വാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ദ വാനിഷിംഗ് ബ്യൂട്ടി. പ്രൊഫസർ രംഗൂൺ വാലയുടെ മാത്രം മാസ്റ്റർ പീസായ ദ വാനിഷിംഗ് ബ്യൂട്ടി. അതെ, നമ്മുടെ വാനിഷിംഗ് ബ്യൂട്ടി ഉച്ചസുന്ദരി വേദിയിലേക്ക് മന്ദം മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ്. ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ആരാണ് ഓടുന്നത്? പ്ലീസ്, ഹലോ, ശബ്ദമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പാവയല്ല,
ഒരു കടലാസ് പൂവല്ല, ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ ഒരു പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ റിങ്കുൺവാല പെട്ടിയടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, ദ പ്രൊഫസർ റിങ്കുൺവാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്ക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്. എറിയരുത്, എറിയരുത്. എല്ലാവരും വിശപ്പിന് കല്ല് വെച്ചെറിയരുത്. പ്ലീസ്. പ്ലീസ് ആരും എറിയരുത്. കട്ടണം കട്ടണം പറ. നീ ഏതാടി? എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും അന്തകൻ അയച്ചാണോ നിന്നെ? ദ്രോഹി! എന്താ നീ കാണിച്ചത്? പെണ്ണുങ്ങളെ തല്ലിയിട്ടാണോ മിടുക്ക് കാണിക്കുന്നത്? എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ആരെയും തല്ലും. ആണുങ്ങളെയും തല്ലും, പെണ്ണുങ്ങളെയും തല്ലും. പ്രൊഫസർ, എന്നാലും ഇത് വളരെ മോശമായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പെട്ടിക്കകത്ത് പെട്ടത്. ഇത് പിന്നെ എങ്ങനെ കുട്ടി പറ്റിയത്? ചില ആളുകൾ എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഓടിയതാ. സ്റ്റേജിനടിയിൽ ഇരുട്ടത്തൂടെ നോക്കുമ്പോ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങുന്ന കണ്ടു. ശ്രീദേവി, ശ്രീദേവി. എന്നിട്ട് ആ വഴിയിലൂടെ ഞാൻ മേലോട്ട് കയറിയതാ. അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? അത് എന്തിനെങ്കിലും പിടിച്ചോട്ടെന്ന്. പിടിക്കാൻ പാകത്തിൽ നിന്ന് കൊടുക്കുന്ന ടൈപ്പാണ് ഇവളെന്ന് ആളുകൾക്ക് തോന്നിക്കാണും. രംഗൂൺ, ഏതായാലും പറ്റാനുള്ള പറ്റി. ആ കുട്ടി അടിച്ചുകൊണ്ട് അവമാനിച്ചോണ്ട് ഒരു കാര്യമില്ല. പറയൂ കുട്ടി, അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്ത എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഒത്തിരി നാളായി എന്റെ പുറകെ നടക്കുമായിരുന്നു. ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അയാളോട് തീർത്തു പറഞ്ഞു. ആ ദേഷ്യത്തിന് അയാളും അയാളുടെ ചില ആളുകളും ചേർന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാതിരിക്കും, കുട്ടിക്ക് ഞാനുണ്ട്. കുട്ടിക്ക് ആരുമില്ല, വരാനാ പറഞ്ഞത്. ഇവരിവിടെ തനിച്ചു വിട്ടിട്ടോ? ചേച്ചി തൽക്കാലം ഞങ്ങളോട് പോകുന്നുള്ളൂ. അതാണ് ശരി. വരുന്നുണ്ടോ? ഇന്ന് ശ്രീദേവിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. രാജു, എന്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന നിനക്ക് നല്ലത്. ആ ധൂമകേത് എവിടെങ്കിലും പോയി തൊലട്ടെ. ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. പാവം, എന്തെങ്കിലും അപകടം പറ്റിയാൽ. ഈ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട്. അവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. പ്രൊഫസർ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. ഏതായാലും ഊരും പേരും ഇല്ലാത്തവനല്ല ഞാൻ. ആ കുട്ടി ഉപേക്ഷിച്ച് പോരാ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. സോറി. രാജു, മാജിക് ഷോ പൊളിഞ്ഞപ്പോ മൂപ്പരാകെ തകർന്നുപോയി. ആളൊരു ശുദ്ധനാ. ആ പുള്ളി കുട്ടിയടിച്ചപ്പോ അതെന്തോ എന്റെ നെഞ്ചി കൊണ്ടതുപോലെ. പോന്നോളൂ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ സൗകര്യമുണ്ട്. വരൂ, വരുന്നേ. രംഗുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലെ കയറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ.
പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. ആഹാ, അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കിടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. ആ എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ആ ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ആഹാ. ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ടാ? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ? ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിലും നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പ ചവറ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ, നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളിലും മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. ഛേ, കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നേ? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്? എന്തായാലും കൂടെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? ഓഹോ, അപ്പൊ അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. അല്ല, ഒന്ന് നിക്കണേ. ഇവിടെ എവിടെയോ ഒരു മെജിഷ്യൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പ്രൊഫസർ രംഗൂൺ വല. ബുക്കിങ്ങിനല്ലേ? വരൂ. അല്ല, ഒന്ന് കാണാനാ. ഓഹോ, വാ. അല്ല, വരുന്ന വഴി നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ? നല്ല ഉയരത്തിൽ വെളുത്ത് മെലിഞ്ഞിട്ട്. കണ്ടില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇവിടെ എവിടെ പോയി? ആ വാ. ഛേ, വരൂ വരൂ. ഏയ് സന്തോഷിക്കണ്ട, ബുക്കിങ്ങിന് വന്നവരല്ല. ആഹാ. ദാ ഇതാണ് പ്രൊഫസർ. ആ, ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ? വന്നു. അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എവിടെയാ അവള്? ഓ, അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ? വില്ലനോ? ആ കുട്ടി എന്റെ ബന്ധുവാ. അപ്പോ ബന്ധുവില്ലൻ. മിസ്റ്റർ, തടി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം വിട്ടോ. എന്തിനാടോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത്? അവളിപ്പോ ഇവിടെ ഉണ്ടോ? അവൾക്ക് സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്ലീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഓടോ, ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, വിട്ടുതരില്ല. വരട്ടെ വരട്ടെ. ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു. ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു 1000 രൂപയും തന്നെ. അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ. രൂപ എന്നാ പറയാം. ഞങ്ങള് രൂപയൊന്നും കൊണ്ടുവന്നില്ല. എന്നാ നേരം കളയാതെ സ്ഥലം വിട്, സ്ഥലം വിട്, 1 സ്ഥലം വിട്. ലക്ഷം രൂപ തന്നാല് ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല. പോടോ പോടോ പോടോ. അവൾ എവിടെയുണ്ട്? ആ എനിക്കറിയോ, ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങിക്കോളും. പെൺകോന്തൻ. എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും? കുട്ടി അറിഞ്ഞോ, പ്രൊഫസർക്ക് ഒരു ഉഗ്രം പരിപാടി കിട്ടി. പിന്നെ നല്ലൊരു തുക അഡ്വാൻസ്. വാനിഷിംഗ് ബ്യൂട്ടി കലങ്ങിയതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷെ ഒന്നും അവസാനിച്ചില്ല. കുട്ടി വരുന്നോ? ഞാൻ അയ്യോ, പെട്ടി കയറാനല്ല, ആ പരിപാടി പ്രൊഫസർ നിർത്തി. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് കലക്കിക്കോളാം. ഇന്ന് 1-2 ഐറ്റം ഞാനും വീശാൻ പോവാ. അപ്പൊ വന്നിട്ട് കാണാം, സമയമില്ലേ? ചുമ്മാ എല്ലാം റെഡിയാണോ? അല്ലേ? റെഡിയാണ്. ബാക്കി രൂപ ഇന്റർവെല്ലിൽ തരുമല്ലേ? മൈക്ക് ടെസ്റ്റ് ചെയ്തോ? ഇല്ല. എന്നാ ടെസ്റ്റ് ചെയ്യ്. അയ്യോ, ഇവിടെ നിൽക്കാൻ പാടില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. നല്ല ബേസ് പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, കലാപ്രേമികളെ, ഹൃദയമധുരമായ ഒരു സായനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ലോക പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ രംഗൂൺ വാലയും സംഘവും അവതരിപ്പിക്കുന്ന മായാജാല പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. പ്രദർശന അവസാനം വരെ കൊച്ചുകുട്ടികൾ കരയാതെയും ബഹളമുണ്ടാക്കാതെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രൊഫസർ രംഗൂൺ വാല ദ ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. ഓഡിയൻസ് ഇല്ലേ?
സാരമില്ല, തുടങ്ങിക്കോളൂ. ആ, എല്ലാരും ഒന്ന് കേറിക്കോട്ടെ സാർ. ദയവായി പുറത്തു നിൽക്കുന്ന കാണികൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണം. പരിപാടി തുടങ്ങി കഴിഞ്ഞു. അതിന് പുറത്താരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാനുണ്ടല്ലോ കാണാൻ. അയ്യോ, അതെങ്ങനെയാണ് സാർ? ആളുകളുടെ കയ്യടിയും ബഹളം ഉണ്ടായാലും ഞങ്ങൾക്കൊരു ഹരം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ? അത് മാത്രം പോരല്ലോ സാർ. മതി, അത് മതി. മാത്രമല്ല, നിങ്ങളുടെ അധിക നമ്പറുകളൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ പെട്ടിയിൽ നിന്നും പെണ്ണിനെ പുറത്തുകൊണ്ടിരുന്ന നമ്പറില്ലേ, അതൊന്നും മാത്രം മതി. ഓ, വാനിഷിംഗ് ബ്യൂട്ടി. പേരെനിക്കറിയില്ല. അതെ, വാനിഷിംഗ് ബ്യൂട്ടി. പക്ഷെ ആ പരിപാടി കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ല സാർ ഞങ്ങള്. അതെന്താ? ഞങ്ങളുടെ പെട്ടി പോയി, അതുകൊണ്ട് പെണ്ണിനെയും കൊണ്ടുവന്നില്ല. അയ്യോ, അത് കാണിക്കാതെ ഒക്കുകയല്ലോ. കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ സാർ. കാണിക്കടാ. അയ്യോ, എന്ത്? ആ പെണ്ണിനെ കാണിക്കാതെ ഇവിടെ രക്ഷപ്പെടാൻ ഒക്കുകയല്ല. അന്ന് സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആരെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സാർ. കള്ളം പറയുന്നു. ദേ, പോക്കറ്റിൽ കാണിക്കരുത്. രവി, ഇനിയും ഞങ്ങൾ ഇടിക്കരുതെന്ന് പറയൂ സാർ. ആ പെണ്ണ് അന്ന് ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളത് നേരാ. പക്ഷെ ഞങ്ങൾ കാണാതെ പിറ്റേന്ന് അവൾ എങ്ങോട്ടോ പോവുകയാണ് ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഇവൻ അങ്ങനെയല്ലോ പറഞ്ഞത്. അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സത്യം പറയില്ലല്ലടാ. സാർ പ്ലീസ്, എന്റെ മേജിക്കിനാണ് ഞങ്ങൾ പറയുന്നത്, സത്യമാണ്. നിങ്ങൾക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോടാ? അയ്യോ, ഒരു പരിചയമില്ലേ. അവളെങ്ങനെയോ വന്ന് ഞങ്ങളുടെ പെട്ടി കയറി, അതോടെ ഞങ്ങളുടെ മാജിക്കും പൊളിഞ്ഞു. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടില്ല ഒരാൾ വന്ന് ഈ പരിപാടി ബുക്ക് ചെയ്ത്. അയ്യോ, ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ സാർ? എന്നിട്ടിപ്പോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? ഞങ്ങളെ മാത്രമേ സാറ് വിശ്വസിക്കാവൂ. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടുമുട്ടിയാ നിങ്ങൾ എന്നെ വിവരം അറിയിക്കോ? നിങ്ങളാണോ സാർ അവളെ കല്യാണം കഴിക്കാൻ പുറകിടക്കുന്ന ആള്? കല്യാണോ? എന്ത് കല്യാണം? നിങ്ങളെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് സാർ അവളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? ഇത് അവള് പറഞ്ഞു കാണോ? അപ്പോ അവള് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങൾക്കറിയോ, അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയ. എട്ടും പൊട്ടും തിരിയാത്ത അവനെ അവള് മയക്കിയെടുത്തു. അവന്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ അവള് തട്ടിയെടുത്തു. പാവം, അവനവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവനെ കെട്ടാമെന്ന് അവള് വാക്കു കൊടുത്തിരുന്ന. ബാങ്കിലെ പണം തീർന്നപ്പോ അവള് കാലുമാറി. പണം പോയതിലല്ല, അവള് നഷ്ടപ്പെട്ടതിൽ അവൻ തകർന്നു പോയത്. നിങ്ങൾക്കറിയാമോ, 4 മാസമായി അവൻ പ്രാന്താശുപത്രിയിൽ ഇരുട്ടറെ കഴിയ. അവിടെ ഒന്ന് കണ്ട രോഗം ഭേദപ്പെടുമെന്ന ഡോക്ടർമാർ പറയുന്നു. ഹോ, ഇത്ര ഭയങ്കരയാണ് അവള്. സംഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം സാർ. ആണോ? ആ, എങ്കിൽ എന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാ. എന്ത് തന്നെ സാർ? എന്തും. പണമല്ല, എന്റെ സഹോദരനാണ് എനിക്ക് വലുത്. ഈ ഭൂമുഖത്ത് അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടുപിടിച്ച് തരാം സാർ. സാറിന്റെ മേൽവിലാസം തരൂ. ആ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളെ ദ്രോഹിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ, സാരമില്ല സാർ. ഈ ഒരു മാനസികാവസ്ഥയിൽ സാർ ഇത്രയല്ലേ ചെയ്തോളൂ. അവസാനം പറ്റിക്കരുത്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാ. പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ?
ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്. ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടതു ഭാഗത്തുനിന്നും വലതു ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക. ഒരു മുന്നറിയിപ്പില്ല, അത് ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോവാന്ന് ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടികൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറുപ്പ കിട്ടും? എത്രയും കിട്ടും. ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ? പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ വിളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യടാ, മാജിക് തേങ്ങ. ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകല്ലേ? കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല. മാജിക് താൻ പോടോ. അവള് വന്നു പെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്റെ അമ്മാവന്റെ മോളൊന്നുമല്ലോ. എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കണ്ട, മുഴുവൻ എന്തായാലും എടുത്തോ. ആ, നിർത്ത്. അല്ല, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ? ആദ്യം പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന്, കേട്ടോ? അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഡേ, എലി, പോ, പോ. അത് ഞങ്ങളൊരു വഴിക്ക് പോവുക. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലേ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അടുത്തോ? നിക്ക് ഇവിടെ ഒന്ന് നോക്കാം. ആ, എന്നാ പോവാ. ഇതിന്റെ ആളാണ് മോളെ? ബെല്ലടിച്ചാ വരും. ഓ, ആ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പൊക്കണ്ടല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അച്ചോട്ടാ, ആ, വാ. ആ പെണ്ണല്ലേ അത്? ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പോവാം. അയ്യോ, എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിലേൽപ്പിക്കണം. ഇവിടെ ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് വിട്ടാത്ത നേരത്തോർത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തണോര് നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ആ, ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല. നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. ചേട്ടാ, നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പോഴും കീലേരി അച്ഛന്റെ കയ്യിലെന്നുള്ള ഓർമ്മ വേണം. ഓ, അത് ശരി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക? ഭീഷണി ഒന്നുമല്ല. ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ. പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി കിട്ടി തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം. ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. വാ. അല്ല, അപ്പഴേ ചേട്ടൻ ചെല്ല്. പോ, വാ. എന്നാ കേട് ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള്? അവിടെ നമസ്കാരം. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ? വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ?
അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല താങ്കൾ പറഞ്ഞോളൂ. എനിക്കെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓ അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സർ, ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് കാലിഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്. അയാളോട് പോയി പറയും. ഓ മൂപ്പര് വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും. ഇവൻ അച്ചോട്ടാ, വരട്ടെ. കണ്ണാടി പെണ്ണ് നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ ഇവളാണില്ല അവള്. തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം. പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ വന്നാട്ടെ. കീലേരി അച്ചുവട്ടൻ മഹാറൗഡിയ. കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. നിന്നെ തന്നെ ഇങ്ങോട്ട് വാടേ. അച്ചോട്ട, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. അല്ല, കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോ ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. പത്രോഫീസിലാണോ ജോലി? അതെ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല ഈ ചായക്കാരൻ അവിടെ പോയി കിടക്കണേ? ഇവൻ ചത്തോ? ഏത് സ്ഥലം? വെള്ളമാരുതില്ലേ? ആ അത് ശരി. അപ്പോ പ്രതിഫലം അപ്പത്തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ ഓക്കെ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അല്ല, അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം. ഇന്ന് എന്റെ പിറന്നാളാ. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് പോവാ. റംഗൂൺ വാലയോട് കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് ഒരേ ഒരു വാക്ക്. അതിനെനിക്ക് ദേഷ്യമില്ലല്ലോ. അതൊന്നും പറ്റില്ല, അമ്പലത്തിൽ വന്നിട്ട് പോയാ മതി. എന്തൊരു കഷ്ടം ഇത്. എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ, അല്ലേ? അതെ, കുട്ടി നടന്നല്ലേ. എന്താ അടിക്കരുത്. ഇത് സംഗതി നിങ്ങൾ പറഞ്ഞ കല്യാണം പ്രാന്തൊന്നുമല്ല കേട്ടോ. ആ ജാഫറിന് എനിക്കറിയാം. ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാൽ മതി. പ്രൊഫസർ ചതിച്ചോ? 1 minute പ്ലീസ്. എന്താ ചോട്ടാ? എന്താ
വന്നോ? പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ. മോളെ ഒന്ന് കാണാനായിട്ട് ഞാൻ മദുരാശിയിൽ നിന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്ര എന്നറിയാമോ? ജാഫറിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വരില്ലായിരുന്നു അല്ലേ? എന്താ, നിനക്കെന്നോട് പിണക്കമാണോ? ഇരിക്കൂ. ആ, കുടിക്കാൻ എന്തെങ്കിലും? വാ മോളെ, ചോദിക്കട്ടെ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയും സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു? ക്ഷമിക്കണം കേട്ടോ, അന്ന് ജാഫറിന് ദേഷ്യം വന്നതുകൊണ്ടാ അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. നേര് പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. മോളെന്തിനെ ഈ പാവത്തിനെ ശല്യപ്പെടുത്താൻ നോക്കുന്നു? പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഞാൻ മറക്കാം. ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്. മോക്കെന്താ വേണ്ടത്? പണം വേണോ? നല്ലൊരു ജോലി വേണോ? പറഞ്ഞോളൂ, ഒക്കെ തരാം. എന്താ ജാഫറെ? അതെ. ആ കടലാസുകളൊക്കെ എവിടെയുണ്ട്? പറയൂ. എന്റെ ഒന്നുമില്ല. അത് കള്ളം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. പത്രക്കാരനെ വിളിച്ച് പറഞ്ഞതല്ലേ മോളെ, എന്തിനാ ചുമ്മാ അങ്കിളിനോട് കള്ളം പറഞ്ഞ് നേരം കളയുന്നത്? പറയൂ, എവിടെയുണ്ട്? പറയൂ. പറയടേ. പറയൂ മോളെ, പറയടി. പെണ്ണുങ്ങളെ തല്ലുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയടി, എവിടെയാ നീ അത് വെച്ചിരിക്കുന്നത്? പറയാ. അത് ശരി. ഈ കല്യാണം ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യനെ വടിയാക്കുക. ഈ മനുഷ്യനും തമ്മിൽ ചില മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ച നിങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചു തന്നത്, അല്ലാതെ നിങ്ങളെ നക്കാപ്പിച്ച് കണ്ടിട്ടൊന്നുമല്ല. അല്ല, നീ ആരാടാ മോനെ? മനസ്സിലായില്ലല്ലോ. ഞാൻ പോടോർന്ന്, ഞങ്ങൾ അതൊക്കെ പോട്ടെ. പക്ഷേ നിങ്ങൾ എന്തിനാ വഴിയിൽ വെച്ച് ഞങ്ങളെ പിടിച്ച് തള്ളിയത്? എനിക്കാണ് തോന്നി. അങ്ങനെ തോന്നിയോ തള്ളുവോ? അങ്ങനെ ഞങ്ങൾ പിടിച്ചെന്ന പെണ്ണിനെ ഇപ്പൊ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞങ്ങളിപ്പോ പെണ്ണിനെ കൊണ്ടുപോവാ. പിന്നീട് നിങ്ങൾ പെണ്ണിനെ പിടിക്കുക, കല്യാണം കഴിക്കുക, പ്രാന്താശത്തിൽ കൊണ്ടുപോയി എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു നമ്മളെ. പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ അതങ്ങനെയാടാ. മേത്തോട്ട് കളിക്കട്ടോ. കളിച്ചോന്ന് എന്ത് ചെയ്യോടാ? കളിച്ചാലേ ഒന്നും അറിയും. കത്തിയെടുക്കാൻ ലൂസാക്കി തരണ്ടേ? എങ്ങനെയെങ്കിലും എടുക്ക്. പ്രൊഫസറെ ഒന്ന് കത്തിയെടുക്കുന്നു. നോക്കിക്കാണ്ട് ഞാനോ? ഓട്ടങ്ങൾ അയ്യോ. Oh my God! Catch him! അയ്യോ. അച്ചോട്ടെ, കഥ നടക്ക്. Hey, I will show you guys. ഈ കഥ കൊടുക്ക്. ഞാൻ ഇനി താക്കോല് ഇവന് കിട്ടിയത് തന്നെ. ഞാൻ അടുപ്പിച്ചു തരാം. ഇറങ്ങിക്കോളൂ.
കല്ലുമുള്ളൊക്കെ ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലല്ലേ. പക്ഷേ ദൈവത്തിന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥലാ. കുത്തുംപുറും കേസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ അല്ലേ ഒളിച്ചിരുന്നത്. കോരുട്ടി മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? ഇല്ല. മൂപ്പരുടെ സ്ഥലാ, എന്റെ വലിയ ദോസ്താ. വരി. അയ്യോ, വരൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. ഒരിടത്തിരുന്നോളൂ. നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. എന്തിനാണ് ഒരു കുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് സംഭവം? Hi Ashwini, what are you doing here? Shyama is serious. She is admitted here. What? It's an attempted suicide. My God! ഞാൻ തീർത്തും ഞെട്ടിപ്പോയി. മദ്രാശിയിലെത്തിയത് മുതൽ എന്റെ ഗൈഡും ഫിലോസഫറും എല്ലാമായിരുന്നു എന്റെ കൂട്ടുകാരി ശ്യാമ. അവളെപ്പോലെ ധൈര്യവും വിവേകമുള്ള ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത് നേരാണോ മാഡം? ശബ്ദം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരൂ. ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് കട്ടിലേക്ക് കീഴ്ന്ന് കിടച്ചത്. She'll be all right. You can go in. Good morning, Miss Sujata. I am Uncle here. How are you? Fine, sir. By the way, ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? She's better. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? ഈ ഹോസ്പിറ്റലിലെ എന്ത് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. Thank you very much. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. യുവർ ഫ്രണ്ട് ഈസ് ഡൂയിങ് ഫൈൻ. ഡോണ്ട് വറി. നിനക്ക് എന്താ പറ്റിയത്? എന്ത് പ്രശ്നം ഉണ്ടായാലും ജീവിച്ചുകൊണ്ട് വേണം പരിഹാരം കാണാനെന്ന് തത്വം പറയാറുള്ള നീ എന്നോട് പോലും പറയാത്ത രഹസ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ശ്യാമ നീ ഈ കടുങ്കൈ ചെയ്തത്? നീ ആ വാതിൽ കുറ്റിയിട്. എന്നെപ്പറ്റി മുൻപുണ്ടായിരുന്ന നിന്റെ ധാരണയൊന്നും തിരുത്താറായിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ഞാനൊരു മണ്ടിയല്ല. ശ്യാമ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു എന്നത് നേരാണ്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റിന്റെ സത്യാന്വേഷണത്തിന്റെ ആവേശമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാനുള്ള തന്ത്രമായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള സ്കാൻഡൽസ് ആണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നെയും അവളെന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഡോക്ടർ രവിയുമായുള്ള അടുപ്പമാണ്
വെറും സ്കാൻഡൽസായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ അവളെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ അങ്കിളായ ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പീറ്റർലാലിനെ കുറിച്ചായിരുന്നു ശ്യാമയുടെ പരാമർശം. പീറ്റർലാൽ ബോംബെ അധോലോകത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ലക്ഷപ്രഭുവായി. ഈ ഹോസ്പിറ്റൽ അടക്കം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയായി. ഡോക്ടർ സ്വാമിനാഥനെ പോലുള്ളവരുടെ സഹായത്തോടെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർ അന്യായമായി ഓപ്പറേഷന് വിധേയമാക്കി അവരുടെ ആന്തരാവയങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കുന്ന ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയാണെന്ന്. ഒരിക്കലും ഞാനിതൊന്നും വിശ്വസിക്കില്ലെന്ന് അവളോട് തീർത്തു പറഞ്ഞു. അപ്പോ എനിക്ക് ഭ്രാന്താണോ? സുജാതെ, സത്യം എന്തെന്ന് ഒരു ദിവസം ഞാൻ നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്താം. വേണ്ട. പീറ്റർലാൽ എന്ന മനുഷ്യനെ പറ്റി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. നോ, ഹീസ് എ ഡേഞ്ചറസ് മാൻ. ഒരു ദിവസം എന്റെ പരിചയത്തിലുള്ളൊരു സ്ത്രീ അവരുടെ കൊച്ചുമകൾ ദേവയെയും കൊണ്ട് ആശുപത്രിയിൽ വന്നു. വളരെ സ്മാർട്ടായ അവൾ പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു. ഡോക്ടർ രവിയുടെ സഹായത്തോടെ ശ്യാമ ചില പ്രധാന രേഖകൾ കണ്ടെത്തി. ഇപ്പോഴൊന്നും നീ വിശ്വസിക്കണ്ട. ഏതാനും ദിവസങ്ങൾക്കകം ബോംബ് പൊട്ടുമ്പോൾ നീ മനസ്സിലാക്കും. പത്രക്കാരി ഈ മുറിയുടെ വാതിലിൽ ക്യൂ നിൽക്കുമെന്ന് നീ അറിയും. ഈ ശ്യാമ പറഞ്ഞതൊക്കെ സത്യമായിരുന്നെന്ന്. ന്യൂസ് പുറത്തായാൽ തിരിച്ചടി ഉണ്ടാവും. കലങ്ങി തെളിയും വരെ ഞാൻ രവി ഒളിവിൽ പോകേണ്ടി വന്നേക്കാം. യുനോ സുജാത, ഐ എം ഗെറ്റിംഗ് വണ്ടർഫുൾ ഇൻസൈഡ് ഇൻഫർമേഷൻ. ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ഗോസ് ടു രവി. ഹലോ, ആ എപ്പോ വരണം? കൃത്യം 7 മണിക്ക് എത്തിയാൽ മതി. മോർച്ചറിയുടെ മുമ്പിൽ വന്നാൽ മതിയോ? ഓക്കെ ഓക്കെ, ക്യാമറ എടുക്കാം. ഓക്കെ, ഞാൻ വന്നേക്കാം. ശരി. എക്സ്ക്യൂസ് മീ ഡോക്ടർ രവി. രവി, രവി, ശ്യാമയുടെ മരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവളോടൊപ്പം ഒരേ മുറിയിൽ കഴിഞ്ഞുകൂടിയ നാളുകളിലെ ജീവനുള്ള നിമിഷങ്ങൾ ഓരോന്നായി ഓർമ്മയിലെത്തിയപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. വിടരും മുൻപ് കൊഴിഞ്ഞു പോയൊരു പനിനീർ പൂവ്, അത്രേ അവളെപ്പറ്റി പറയാനാവും. ശ്യാമയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ ചിലർ പിറ്റേന്ന് ഹോസ്റ്റലിൽ വന്നു. അവളുടെ മുറിയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ശ്യാമ ഇങ്ങനെ ചില ബന്ധുക്കളെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ മുറിയിൽ കയറാൻ അനുവദിച്ചില്ല. എങ്കിലും അവർ ബലമായി മുറിയിൽ കയറി എല്ലാം വാരി വലിച്ചിട്ടു. എന്തോ തിരയുകയായിരുന്നു. ഞങ്ങൾ ശബ്ദം ഉയർത്തിയപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. പിറ്റേന്ന് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ സ്വാമിനാഥനുമായി അവർ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന വിശ്വാസം എന്നിൽ ബലപ്പെട്ടു വരികയായിരുന്നു.
മോളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. ഓഹോ, മോളിപ്പം മിടുക്കിയായിട്ടുണ്ടല്ലോ. എന്താ ഇത്? ചോക്ലേറ്റ് ചേച്ചി. താങ്ക് യു. ബില്ല് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. പാക്ക് ചെയ്തോളൂ. ശരി. ഈ പ്രായത്തിലുള്ള ഒരു ഡോണറെ ഇത്രയും പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണ്. എനിവേ ഐ വിൽ ട്രൈ ഇഫ് യു ക്യാൻ ഗിവ് മീ മോർ ഓഫ് ടൈം. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ചോക്ലേറ്റ് അങ്കിൾ. എത്ര വയസ്സെന്നാണ് പറഞ്ഞത്? ഐ തിങ്ക് there is a possibility. എന്ത് പറ്റി? ഡോക്ടർ വന്ന് നോക്കിയപ്പോ കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല അത്രേ. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന്. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തവൾ പോകുന്നത് മരണത്തിലേക്കാണെന്ന് അവൾ അറിഞ്ഞില്ല. നിസ്സഹായയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. What are you doing here? ഞാൻ You have no business here. Go to the reception. ജീവിതം തന്നെ വെറുത്തതുപോലെയായി എനിക്ക്. ആശുപത്രിയിലേക്ക് പോകാൻ തന്നെ ധൈര്യമില്ലാത്തതുപോലെ. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ടുവന്ന് തന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശ്യാമ എൻ്റെ പേർക്ക് പോസ്റ്റ് ചെയ്തതായിരുന്നു ആ കവർ. അവൾ ചിലപ്പോൾ എന്തോ അത്യാഹിതം മുമ്പിൽ കണ്ടതാവണം. 2 ദിവസത്തേക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് തപാൽ വകുപ്പ് എന്നതുകൊണ്ടാണ് ഇത് നിന്റെ പേർക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾ കത്തിലെഴുതിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു. ഞാൻ ആ ഫയൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പീറ്റർലാൽ 12-ാം വയസ്സിൽ ബോംബെക്ക് കള്ളവണ്ടി കയറി. അതോ ലോകത്തിൽ കുപ്രസിദ്ധി നേടിയ പീറ്റർലാൽ മദിരാശിയിൽ എത്തുന്നത് ലക്ഷപ്രഭുവായിട്ടാണ്. 1987 ഈ ഹോസ്പിറ്റൽ തുടങ്ങി. പീറ്റർലാലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഒരു മറ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്വാമിനാഥൻ ബോംബെയിൽ സർക്കാർ സർവീസിലായിരുന്നു. മദ്യപിച്ച് സർജറി നടത്തിയത് മൂലം രോഗി മരണമടഞ്ഞു. സർവീസിൽ നിന്ന് പുറത്തായ സമയത്ത് പീറ്റർലാലുമായി പരിചയപ്പെട്ടു. ആ അടുപ്പം സ്വാമിനാഥനെ ഈ ഹോസ്പിറ്റലിലെ ചീഫ് സർജനാക്കി. ആന്തരാവയവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാവപ്പെട്ട രോഗികളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിനാഥൻ പീറ്റർലാലിന്റെ വലങ്കൈയാണ്. ഫയലിലെ ഫോട്ടോകളും വിവരങ്ങളും ഒക്കെ തികച്ചും സത്യമാണോ എന്നറിയാനുള്ള ഭ്രാന്തമായ ഒരു ആവേശം എന്നിൽ കത്തിപ്പടർന്നു. ശ്യാമ പറഞ്ഞ സത്യങ്ങൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ച ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. എന്തൊക്കെ സഹിച്ചാലും നിരപരാധികളായ പാവങ്ങൾ ഇനി ഒരിക്കലും മരിക്കരുത്. രേഖകൾ എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ അവർ എന്റെ ജീവൻ അപകടത്തിലാക്കും എന്നെനിക്ക് മനസ്സിലായി. എല്ലാ വാതിലുകളും അടഞ്ഞ ഞാൻ പീറ്റർലാലിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു, ഒരു വലിയ ലക്ഷ്യത്തോടെ. ആ പേപ്പേഴ്സ് എന്റെ ഉള്ളിടത്തോളം കാലം അവരപകടത്തിലാണെന്ന് അവർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് പോലീസിൽ ഏൽപ്പിച്ച ചിലപ്പോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി കളഞ്ഞേക്കാം. ശ്യാമയെ കൊന്നവരങ്ങനെ വെറുതെ വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പത്രത്തിലൂടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതടയ്ക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ വിജയിച്ചില്ല. ആദ്യം സമീപിച്ച പത്രക്കാരിൽ നിന്ന് തന്നെ ഈ വിവരം എങ്ങനെയോ ചോർന്നു. പിന്നീട് എല്ലാ പത്രങ്ങളെയും അവർ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു.
പലരെയും ഞാൻ സമീപിച്ചു. പക്ഷേ ആരും ഈ സംഭവം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ആ പേപ്പേഴ്സ് ഒക്കെ ഇപ്പൊ എവിടെയുണ്ട്? അതൊക്കെ ഭദ്രമായി ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. എന്നെ പെട്ടെന്ന് അവർ കൊല്ലാത്തത് ആ പേപ്പേഴ്സ് എവിടെയുണ്ടെന്ന് അറിയാത്തോണ്ടാവാം. കാര്യാട്ട് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരു കേരി ഉണ്ടായിരുന്നു. മൂപ്പര് പലപ്പോഴും പറയാറുണ്ട്, എടാ അച്ചു, പോക്കറ്റ് നിറച്ച് പൈസയും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാന്ന്. ആ പറഞ്ഞത് നേരാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഇവന്മാര് ഭയങ്കരന്മാര് തന്നെ. ആള് പിന്നെ മുങ്ങിയോന്ന് പേടിച്ചു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയതായി ഉണ്ടാക്കിയ മറ്റൊരു കഥയാണെന്ന് അല്ല പെട്ടെന്ന് കാണാതായപ്പോ ചിന്തിച്ചു പോയേ. അല്ല, ആ സംഭവങ്ങളൊന്നും ഉണ്ടാക്കി പറയാവുന്ന കാര്യങ്ങളല്ലെന്ന് ശരിക്കും അറിയാം. പക്ഷേ ആദ്യ അനുഭവം അങ്ങനെയായിരുന്നല്ലോ. ഒരു മായയായി വന്നു, മായയായി മറഞ്ഞു. ഞങ്ങളുടെ മാജിക് പോലെ. ഞാൻ പോവാണ്. പോവേ? എവിടുന്നോ വന്ന് കയറിയ ഞാൻ വെറുതെ നിങ്ങളുടെയൊക്കെ മനസ്സമാധാനം കെടുത്തി. കെടുത്താൻ നേരത്തെ ഉണ്ടായിരുന്നിട്ട് വേണ്ടേ? ഇന്നലെ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊടുന്നപ്പോഴാ ആദ്യമായിട്ട് മനസ്സമാധാനം എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യമായിട്ടും. ആ, എവിടെ പോകുന്നു പറഞ്ഞത്? ആരും തിരിച്ചറിയാനില്ലാത്ത ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. അതില് കാര്യമില്ല. എവിടെയായാലും സുജാതയ്ക്ക് ഭയന്നല്ലേ ജീവിക്കാനൊക്കൂ. ഏതായാലും സുജാത ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത കളഞ്ഞേക്ക്. പേടിച്ചോടാൻ തുടങ്ങിയ എന്നാണ് അതിനൊരു അവസാനം? ദൈവമാണ് ജനിപ്പിച്ചെങ്കിൽ ദൈവം നിശ്ചയിക്കുന്നവരെ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കും. തനിയെങ്ങനെ പുറത്തുനിന്ന് നിൽക്കണ്ട, വരൂ. ഹൃദയം നിറയുന്നു, സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു. ഗോപി ഹൃദയം നിറയുന്നു, സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു. കോമളത്താമര പെണ്ണിൻ തങ്കക്കൈകൾ വിടരുന്നു. കളകാകളി പാടി വരൂ പൈങ്കിളിയേ, രാഗോദയമായി. ഗോപി ഹൃദയം നിറയുന്നു, സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു. ഏതോ മൗനഗീതം അലിയും മഞ്ഞലയിൽ ശുഭമംഗള നടയാ. ഗോപി ഹൃദയം നിറയുന്നു, സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു. കോമളത്താമര പെണ്ണിൻ തങ്കക്കൈകൾ വിടരുന്നു. കളകാകളി പാടി വരൂ പൈങ്കിളിയേ, രാഗോദയമായി. ഗോപി ഹൃദയം നിറയുന്നു, സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു.
പൂക്കൾ മലർവാടിയിൽ പാടും പല്ലവി തൻ മൃദുരവമുണരുമ്പോൾ ആപാദമധുരമേതോ പ്രണയാഭിലാഷമായി ആരോ വേണുബുദി തരളമായി ഗോപീഹൃദയം നിറയുന്നു സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു കോമളത്താമര പെണ്ണിൻ തങ്കക്കൈകൾ വിടരുന്നു കളകാകളി പാടി വരൂ പൈങ്കിളിയേ രാഗോദയമായി ഗോപീഹൃദയം നിറയുന്നു സ്നേഹം പനിനീർ മഴയായി പൊഴിയുന്നു ഹരി ഹരി അമ്മേ അമ്മേ സുജാതയുടെ അടുത്തുനിന്ന് വരിക ഞാൻ. പേടിക്കണ്ട, വാതിൽ തുറന്നോളൂ. ആരാ? സംശയിക്കണ്ട, സുജാത പറഞ്ഞയച്ചതാ. ഞങ്ങളെ ഇനി ഉപദ്രവിക്കാനാണെങ്കിൽ വാതിൽ ചവിട്ടി പൊളിച്ചോളൂ. എന്തു കുറ്റം ചെയ്തിട്ടാ ഈ കുഞ്ഞിനെ എങ്ങനെ ചെയ്തത്? അമ്മേ, എല്ലാം എനിക്കറിയാം. സംസാരിച്ചേക്കാൻ സമയമില്ല. സുജാതയ്ക്ക് മാത്രം അറിയാവുന്നൊരു സാധനം ഈ വീട്ടിനകത്തുണ്ട്. അതെടുക്കാനാ ഞാൻ വന്നത്. അത് എത്രയും പെട്ടെന്ന് സുജാതയുടെ കയ്യിലെത്തണം. എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല. വിശ്വസിച്ചേ പറ്റൂ. നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ. ദയവായി വാതിൽ തുറക്കൂ. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം പറയാം. അച്ഛന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതിന്റെ താഴെയുള്ള ടേബിളിൽ ചില്ലറ ഇടുന്നൊരു കൊടുക്കയില്ലേ, അതിനകത്താണത്. എന്റെ മോളെവിടെ? സുജാത ഒരു കുഴപ്പമില്ല, സുരക്ഷിതയുടെ അടുത്തുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് വന്നാ സുജാതയുടെ ജീവൻ വരെ അപകടത്തിലാവും. അമ്മേ, വളരെ കുറച്ച് സമയമുള്ളൂ. ആ കുടുക്കയ്ക്കകത്തൊരു താക്കോലുണ്ട്, അതെടുത്താൽ എനിക്ക് പോവാം. ആൺകുട്ടികൾ ഇങ്ങനെയാ വേണ്ടത്. അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ട ഹരിയല്ലേ. പൊട്ടിക്കട്ടെ. ദാ, ഇതാണ്. ക്ഷമിക്കണം, എനിക്ക് രക്ഷപ്പെട്ടു നോക്കൂ. പ്രൊഫസറെ, പ്രൊഫസറെ, ആള് വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അവന്മാര് പ്രാന്തെടുത്ത് പരക്കം പായ. ഇതല്ലേ? അതെ. സുജാത ചെല്ലുന്നുള്ള പ്രതീക്ഷയില് അവന്മാര് വീടിന്റെ പരിസരത്ത് തന്നെ കിടന്ന് കറങ്ങുക. വാൻ മുറ്റത്തെത്തിയപ്പോ മതിലി അടി ഓടുകയായിരുന്നു ഞാൻ. അമ്മയ്ക്ക് ആദ്യം സംശയമായിരുന്നു. അമ്മയെ ഹരിയും പേടിച്ചു ഉരുവായിരിക്കും. ഏയ്, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ് സമാനിപ്പിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? എത്ര ദിവസം വിചാരിച്ച ഒളിച്ചു കഴിയുക? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഏതായാലും സുജാത ഇത്രയൊക്കെ അനുഭവിച്ചു. പോലീസും പത്രം ഒന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞ സിറ്റിയിൽ ഒരു സംഭവം നടക്കുക. വലിയ ജഡ്ജിമാര് കാണും, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, മന്ത്രിമാര്, പത്രക്കാര് എല്ലാവരും ഉണ്ടാവും. അത്തരമൊരു സദസ്സിന് മുമ്പിൽ നമുക്കിത് എത്തിക്കാൻ സാധിച്ചാൽ എത്ര വലിയ കൊല കൊമ്പനായാലും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എന്താണത് ഏർപ്പാട്? പത്രത്തിലുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? നീതിമേള. കാത്തുകെട്ടി കിടക്കാതെയും വക്കീൽ ഫീസ് ഇല്ലാതെയും സാധാരണക്കാരന്റെ നിയമപ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം. സുജാതയ്ക്ക് എന്ത് തോന്നുന്നു? ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് മാത്രമാണല്ലോ എന്റെ മുമ്പിലുള്ള ചോദ്യം. അങ്ങനെ ഒരു ചോദ്യമില്ല. ജീവിക്കും എന്ന ഉറച്ച തീരുമാനം എടുക്കാണ് വേണ്ടത്.
എന്തായാലും അവര് വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങളും കൂടെ ഉണ്ടല്ലോ. എല്ലാം നേരെയായാലും നമ്മൾ എല്ലാരും ചേർന്ന് നമ്മുടെ മാജിക് ഷോ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആനക്കാര്യത്തിനിടയിലും മറ്റും അല്ല, നമ്മുടെ ഭാവിയെ പറ്റി നമുക്കൊരു തീരുമാനം വേണമല്ലോ, അല്ലേ? അപ്പോ എത്രയും വേഗം ലോക്കറിൽ നിന്ന് അതെടുക്കണം. മാഡം പ്ലീസ് കം. ജുഡീഷ്യറിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള കാലവിളംബം ഇന്നത്തെ സെറ്റപ്പിന്റെ ഒരു പ്രധാന പോരായ്മയാണെന്നുള്ളത് സത്യമാണ്. എത്രമാത്രം വൈകുന്നുവോ അത്രമാത്രം നിയമലംഘകർക്ക് നീതിയുടെ കൺവട്ടത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള അവസരവും വർദ്ധിക്കുന്നു. ഇന്ന് കുറ്റം ചെയ്തവൻ ഇന്ന് തന്നെ ശിക്ഷിക്കപ്പെടണം. ഇന്ന് നീതി ലഭിക്കേണ്ടവന് നാളെ അത് കിട്ടിയിട്ട് കാര്യമില്ല. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് നീതിമേള എന്ന ആശയം ജന്മമെടുത്തത്. പണം കൊടുത്ത് നിയമം ആർക്കും വിലയ്ക്ക് വാങ്ങാൻ ഒക്കുകയില്ല എന്നാണ് നമ്മുടെ തത്വമെങ്കിലും മിടുക്കനായ ഒരു അഭിഭാഷകന്റെ സേവനം കിട്ടണമെങ്കിൽ പണം ഒരു അവശ്യ ഘടകമാണെന്നുള്ള സത്യം മൂടി വെച്ചിട്ട് കാര്യമില്ല. എന്താണ് ഓടുന്ന ബസ്സിൽ ചാടി കയറിയിട്ട് നിങ്ങൾ ചാടാൻ നോക്കണം? ബസ് ജംഗ്ഷൻ അടുത്തോട്ട് തിരിച്ചു വിടണം. എന്ത്? ഒരു ഭാഗവത്തിന് സമയമില്ല. പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 5 മിനിറ്റ്. യാത്രക്കാരെ കൊണ്ട് പോകുന്ന ബസ്സാണ് തോന്നി വഴി ഓടിക്കുന്നത്. യാത്രക്കാരെ കയറ്റി ഇതൊക്കെ അറിയാം. എന്റെ ജീവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് പ്ലീസ്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ എന്തു ചെയ്യും? അതിനുള്ള ഉത്തരമാണ് ഈ നീതിമേള. ദൈവം അവനെ ശിക്ഷിച്ചോളും എന്ന സാത്വികന്റെ പരിദേവനത്തിന് ഇവിടെ സ്ഥാനമില്ല. നീതി നമ്മൾ പിടിച്ചു വാങ്ങും. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതനുവദിക്കുന്നതും ഒരു കുറ്റമാണ്. സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്.
Arrest them. Well done. സഹൃദയരെ കലാപ്രേമികളെ, കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ ഇനങ്ങളുമായി വിപുലമായ പുത്തൻ സന്നാഹങ്ങളോടെ പ്രൊഫസർ രംഗൂൺ വാലിയും സംഘവും കാണികൾ ഒരു മായാ പ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാണാമറക്കളിയാണേ ഇത് മാറാട്ടമാണേ കളിയിലാക്കൈ നിറയും പൂക്കൈ നിവരും മായാജാലം കൺകെട്ടല്ലിത് കാണാത്ത കോലം ആരും കേൾക്കാത്ത ജാലം